ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗാർഡൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മുടെ ടെറസിൻ്റെ മേളുള്ള ഭാഗമാണ്. അപ്പം ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഉള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ചെറിയൊരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നത് മുന്തിരിയാണ്. മുന്തിരിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാഷൻ ഫ്രൂട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മേളിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് മുന്തിരിയും പിടിച്ച് കിടപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഫ്ലവേഴ്സ് എന്ന് കൂടുതലായിട്ട് പറയാനായിട്ട് നമുക്ക് റോസയാണുള്ളത്. റോസ ഹൈബ്രിഡ് റോസയും ഉണ്ട്, നമ്മുടെ നാടൻ റോസകളും ഉണ്ട്. അത് പല കളേഴ്സിലുണ്ട് ഇവിടെ. പിന്നെ ബോഗൻ വില്ലയ്ക്ക് ഇനി നവംബർ തൊട്ടാണ് നമുക്ക് പൂവിട്ട് തുടങ്ങുന്നത്. ഇപ്പം മുന്തിരി പിടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുന്തിരി ഇവിടെ ഇപ്പം നമ്മൾ കവറിൽ കെട്ടിയാണ് ഇടുന്ന, കാരണം കൂടുതലും കിളികളൊക്കെ വന്ന് കൊത്തിയെടുക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മളത് കവറ് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ബോഗൺവില്ലയാണ്. പിന്നെ നല്ല നാടൻ പച്ചമുളകുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നാരങ്ങയാണ്. ഈ വൈറ്റ് ഷെയ്ഡിൽ കാണുന്നത് ഹൈബ്രിഡ് നാരങ്ങയുടെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാരങ്ങ പിടിച്ചെടുക്കുന്നതൊന്ന് കാണിച്ചു തരാം. നാരങ്ങ നല്ല വലുതായിട്ടുണ്ട്, പക്ഷേ ഇതിന് യെല്ലോ ഷെയ്ഡിലാവണം, എന്നാലേ നമുക്കത് പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നാരങ്ങ തന്നെ നമുക്കൊരു 10-15 ചട്ടിയോളം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ പേരയ്ക്ക, ഈ റെഡ് കളറിൽ കാണുന്നത് ഹൈബ്രിഡ് പേരയ്ക്കയാണ്. അപ്പം അതും നമുക്ക് പൂവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് വയലറ്റ് പേരയ്ക്ക എന്നാണ്. പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് ഒരുപാട്, ഇത് നമ്മുടെ നാടൻ പാഷൻ ഫ്രൂട്ടാണ്, ഒരുപാട് കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ഡെയിലി കുറഞ്ഞത് ഒരു 3-4 എണ്ണമെങ്കിലും വെച്ച് പഴുത്ത് കിട്ടാറുണ്ട്. ഇതൊക്കെ നല്ല വിളഞ്ഞ് കിടക്കുവാണ്. ഇതെന്തായാലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ പഴുക്കും. അപ്പം ഇത് ഹൈബ്രിഡ് പേരയ്ക്കയാണിത്. ഈ വൈറ്റും ഗ്രീനുമായിട്ട് നിൽക്കുന്ന ഇല വരുന്നത് ഹൈബ്രിഡാണിത്. ഇത് പുതിനയില. നമ്മൾ വീട്ടിൽ ഇവിടെ കട്ടനൊക്കെ ഇടുമ്പം നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. പുതിനയിലിട്ടാണ് ഇവിടെ വീട്ടിൽ കട്ടനൊക്കെ നമ്മൾ കുടിക്കുന്നത്. അപ്പം അമ്മ പതിവ് പോലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളം ഇടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അന്ന് യൂസ് ചെയ്ത വളം തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ വേറെ കൂടുതൽ എന്തൊക്കെയോ സാധനങ്ങളൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് ചോദിക്കാം. ഇന്ന് ചേർക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല പൂ പിടിക്കാനും കായ്ക്കാനും നല്ലൊരു അടിപൊളി വളമാണത്. അത് ഓറഞ്ചിൻ്റെ തൊലി, ഏത്തയ്ക്കയുടെ തൊലി, സവാളയുടെ തൊലി, പിന്നെ പഴത്തിൻ്റെ തൊലി, വെളുത്തുള്ളിയുടെ തൊലി, ഇതൊക്കെ നമ്മളെല്ലാ അടുക്കളയിലുള്ള നമ്മൾ കളയുന്ന വേസ്റ്റ് സാധനങ്ങൾ വെച്ചാണ് ഈ വളം ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി വളമാണ് ഇത്. നിങ്ങൾ ചെടിക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ നവംബർ ഡിസംബറിലൊക്കെ ഇത് നിറച്ച് പൂക്കളും കൊണ്ട് നിറയും. പിന്നെ കായും തോനെ പിടിക്കും, നല്ല ഫലം കിട്ടും. ഞാനിത് എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ്. ഒരു 3 വർഷം കൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ്. അതുകൊണ്ട്
ഇത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല റിസൾട്ടാണ് ഇതിന്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ചെറിയൊരു വളത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു സൺഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്